സ്വിമ്മിംഗ് ബേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചുരി പാൻ്റാണ് കാണിക്കാൻ പോകുന്നത്. ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്കിൻ ഫിറ്റ് ആയിട്ട്, അതായത് ബോഡി ഫിറ്റിംഗ് ആയിട്ടുള്ള പാൻറ്റ്സ് നമുക്ക് വരുന്ന വീഡിയോകളായിട്ട് ചെയ്യാം. 2 മീറ്റർ തുണിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്കിത് എങ്ങനെയാണ് മടക്കിയിടുന്നത് നോക്കാം. വീഡിയോയിൽ മുഴുവനായിട്ട് കാണിക്കുന്നത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചെറിയൊരു പീസ് തുണിയിൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ നിവർത്തിയിട്ടിട്ടുള്ള തുണി നമുക്ക് ആദ്യം ലെങ്ത്ത് ബേസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. രണ്ടാക്കി മടക്കിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലെ കോർണറിൽ നിന്നും മുകളിലേക്ക് കണ്ടില്ല, ഫോൾഡ് ചെയ്ത സൈഡിലേക്ക് തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് തുണിയെ നമ്മുടെ സൈഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ മാർക്കിങ്ങുകളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഫോൾഡഡ് സൈഡ് നമ്മുടെ സൈഡിലേക്കും ഓപ്പോസിറ്റ് സൈഡ് ഓപ്പൺ സൈഡും ആയിരിക്കും. ഇനി ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും താഴത്തെ കോർണറിൽ നിന്നാണ് നമ്മുടെ പാൻറ്റിൻ്റെ താഴത്തെ വശം ബോട്ടം സൈഡ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് മുകളിലോട്ടാണ് നമ്മൾ മാർക്കിങ്ങുകളെല്ലാം കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ല തുണിയിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. നല്ല തുണിയിൽ ഒന്നുകൂടി കാണിച്ചു തരാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. തുണി ഇവിടെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. മുകളിൽ ഫോൾഡഡ് സൈഡും താഴെ ഓപ്പൺ സൈഡും ആയിട്ടാണ് വരിക. ഇനി ഏറ്റവും താഴെ നിന്നും റൈറ്റ് സൈഡിലെ ആ ഒരു കോർണറിൽ നിന്നും മുകളിലേക്ക് തുണി ഇതുപോലെ ക്രോസ് ആക്കി വെച്ച് കൊടുക്കുക. തുണി ഇവിടെ ക്രോസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫോൾഡഡ് സൈഡ് നമ്മുടെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെക്കാം. ആദ്യം കാലിൻ്റെ ഏറ്റവും താഴത്തെ വണ്ണം നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 11 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് എടുക്കുക. തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ 11ൻ്റെ ഹാഫ് 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 5.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പൂടി കൂട്ടി 6.5 ഇഞ്ച് നമുക്ക് ഈ കോൺ പോലെ ഇരിക്കുന്ന ഭാഗത്ത് എവിടെയാണ് കിട്ടുന്നത് അവിടെ മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്നും മുകളിലേക്ക് പാൻറ്റിൻ്റെ താഴ്വശം മടക്കിയടിക്കാനുള്ള 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചുരിദാർ സെറ്റിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള പാൻറ്റ് തുണിയാണിത്. അതുകൊണ്ട് നമ്മൾ ടോട്ടൽ ലെങ്ത്ത് ഒന്നും ഇതിന് മാർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ സെപ്പറേറ്റ് തുണി എടുത്തിട്ട് 2.5 മീറ്റർ തുണിയൊക്കെ എടുത്തിട്ടാണ് പാൻറ്റ് തയ്ക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോട്ടൽ ലെങ്ത്ത് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു മാർക്കിങ്ങിൽ നിന്ന് മുകളിലേക്ക് ഒരു 10 ഇഞ്ചോ 13 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം. ഇത് സെപ്പറേറ്റ് നമുക്ക് അളവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ചുരി പാൻറ്റിന് ഈ ഒരു അളവ് തന്നെ ആയിരിക്കും എടുക്കുക. അതിനുശേഷം നമ്മൾ ഏറ്റവും താഴെ എത്രയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ സെയിം മെഷർമെൻറ്റ് തന്നെ മുകളിലും ഇതുപോലെ മാർക്ക് ചെയ്യുക. ഞാൻ താഴെ 5.5 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടി 6.5 ഇഞ്ച് ആ ഒരു മാർക്കിംഗ് തന്നെ മുകളിലും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെയുള്ള മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ഭാഗത്തെ മാർക്കിംഗ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ തുണി 2 മീറ്റർ തുണി തികച്ചില്ല കേട്ടോ, അതാണ് തീരെ വീതി ഇല്ലാത്തത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ കൂടെ പാൻറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻ വെച്ചിട്ട് ജോയിൻ്റ് കൊടുക്കേണ്ടി വരും. കണ്ടില്ലേ, 2 സൈഡ് ഒരേ അളവ്, മറ്റേ സൈഡ് വേറെ അളവിലാണ്. വേസ്റ്റ് ഭാഗത്തേക്കുള്ള തുണിയുടെ വീതി കുറവാണ്, അപ്പോൾ നമുക്ക് എന്തായാലും ജോയിൻ്റ് കൊടുക്കേണ്ടി വരും. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു പേപ്പർ പാറ്റേൺ ഉണ്ടാക്കാം. ആ പാറ്റേൺ അനുസരിച്ച് നമുക്ക് ബാലൻസ് വരുന്ന തുണിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. പേപ്പർ തുണിയുടെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ നിന്നും താഴേക്ക് 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഹിപ്പ് റൗണ്ടിനെ 4ആയി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ 5 ഇഞ്ച് കൂട്ടുക. എൻ്റെ ഹിപ്പ് റൗണ്ട് 40 ഇഞ്ചാണ്. 40ൻ്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച് കിട്ടി. അതിൻ്റെ കൂടെ 5 ഇഞ്ച് നമ്മൾ ലൂസ് കൊടുക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 15 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. വേസ്റ്റ് റൗണ്ട് അല്ല കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്, നമ്മൾ ഹിപ്പ് റൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് ചുരിദാർ ഇടുമ്പോൾ നമ്മൾ സ്ലിറ്റ് വരുന്ന ആ ഭാഗത്തെ വണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 5 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഇവിടെ വേസ്റ്റ് വിഡ്ത്ത് 15 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ക്രോച്ച് ലെങ്ത്ത് ആയിട്ട് എടുക്കുന്നത്. നമ്മുടെ ഈ ഒരു മാർക്കിന് മുകളിലായിട്ട് 6 ഇഞ്ചിലൊരു ബാൻഡ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള അളവാണ് നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്യേണ്ടത്. 6 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ടേപ്പ് പിടിച്ചിട്ട് അതിനുശേഷം 15 ഇഞ്ച് എത്ര താഴേക്കാണോ മാർക്ക് ചെയ്യേണ്ടത് അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ലൈനിൽ നിന്നും താഴേക്ക് ഇതുപോലെ 9 ഇഞ്ചാണ് ഇവിടെ വരുന്നത്. അതായത് 9 ഇഞ്ചും മുകളിലേക്ക് 6 ഇഞ്ച് ബാൻഡും കൂട്ടി
15 ഇഞ്ചിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ആ ഒരു ലൈനിൽ നിന്നും ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുകയാണേ. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ലൈനിലേക്ക് കർവ് ചെയ്ത് കൊടുക്കാം. തുണിയുടെ വീതി കുറവായതുകൊണ്ട് ഞാൻ ഈ പാൻറ്റിന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണില്ല. പ്ലീറ്റ്സ് ഇടാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഒരു 3 ഇഞ്ച് എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ചൊക്കെ മതിയായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് മാർക്കിങ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഈ ഒരു പോയിന്റിൽ നിന്നും കാലിൻ്റെ ഏറ്റവും താഴത്തെ ഈ ഒരു മാർക്കിങ്ങിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കരുത്. ഇതുപോലെ ഒരു ഷേപ്പ് സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് കർവ് ചെയ്തിട്ടോ നമുക്ക് ഈ മാർക്കുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. തുണിയിൽ നമ്മൾ സ്കെച്ച് വെച്ച് മാർക്ക് ചെയ്യരുത്. അത് നമ്മൾ വാഷ് ചെയ്താലും പോവില്ല. ഞാൻ പേപ്പറിൽ നിങ്ങൾക്ക് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് മാർക്കർ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിരുന്നത്. അടുത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ 2 തുണികളും ജോയിൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യമുണ്ട്. അതിനായിട്ട് ഈ പേപ്പർ പാറ്റേണിൽ നിന്നും താഴേക്ക് ഒരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതോടൊപ്പം വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബാക്കിയുള്ള പേപ്പർ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് 2 തുണികളും ഒരേപോലെ വെച്ചിട്ട് ബാലൻസ് ഉള്ള തുണി കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് വരുന്ന തുണിയിൽ നിന്ന് നമ്മുടെ പേപ്പർ പാറ്റേൺ അനുസരിച്ചിട്ട് തുണി കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ തുണിക്ക് തീരെ വീതി കുറവാണ്, അതുകൊണ്ട് ഇത്രയാണ് തുണിയുള്ളൂ. ഇതിൽ നിന്നാണ് നമുക്ക് ബാൻഡിനുള്ള തുണിയും അതുപോലെ നമ്മുടെ പാറ്റേണിനുള്ള തുണിയും കട്ട് ചെയ്തെടുക്കേണ്ടത്. തുണിയുടെ മുകളിൽ ഇതുപോലെ പേപ്പർ പാറ്റേൺ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അടുത്തത് ബാൻഡിന് ആവശ്യമായ തുണി കട്ട് ചെയ്തെടുക്കാം. ഇവിടെ തുണി 4ആയി തന്നെയാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇനി അവിടുത്തെ വിത്ത് എങ്ങനെ മാർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഹിപ്പ് റൗണ്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്യാണ്. 40 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 10 ഇഞ്ച് കിട്ടി. അതിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് ഇവിടെ ബാൻഡ് വിത്തായിട്ട് എടുത്തിട്ടുള്ളത്. ബാൻഡ് ലെങ്ത്ത് എടുക്കുന്നത് 6 ഇഞ്ചാണ്. ഈ 6 ഇഞ്ചിൻ്റെ കൂടെ മുകളിൽ നാടയ്ക്കുള്ള 1.5 ഇഞ്ചും താഴെ തുണി ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ചും കൂടി കൂട്ടി 8 ഇഞ്ചാണ് എടുക്കുന്നത്. 8 ഇഞ്ച് ലെങ്ത്തിലും 13 ഇഞ്ച് വിഡ്ത്തിലും 4 പീസ് തുണി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഫ്രണ്ടിലെ തുണിയിൽ ഇതുപോലെ കോർണറിലൊന്നും തുണി തേഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പോട് കൂടിയിട്ട് അവിടേക്ക് ആവശ്യമായ തുണി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ജോയിൻ ചെയ്തെടുത്താൽ മതി. ആദ്യം നമുക്ക് ബാൻഡിൻ്റെ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തുണി തികയാതെ വന്നപ്പോൾ ചെറിയ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആദ്യം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ജോയിൻ ചെയ്തെടുത്താൽ അതൊന്ന് പതിച്ചടിച്ച് വെക്കാം. ഞാനിവിടെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡിൻ്റെ ആ ഒരു അളവിൽ തന്നെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇവിടെ ഒരു സൈഡ് നമുക്ക് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, മറ്റേ സൈഡ് മാത്രമാണ് തുണി തികയാതെ വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ഫ്രണ്ടിലെയും ബാക്കിലെയും ബാൻഡിൻ്റെ പീസ് ഇതുപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് ഒരു സൈഡ് 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം റോങ് സൈഡ് ഇതുപോലെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ സ്റ്റിച്ച് വരുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മൾ തയ്യൽ തുമ്പ് വരുന്ന ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ തയ്ക്കുന്നത് പോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഒറ്റ പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളതിൽ ജോയിൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. നേരത്തെ പോലെ തന്നെ 1 ഇഞ്ച് വീതിയിൽ തന്നെയാണ് ഇവിടെയും തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഏറ്റവും മുകളിൽ നിന്നും താഴേക്ക് ഒരു 1/2 ഇഞ്ച് മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം അവിടെ നിന്നും താഴേക്ക് ഒരു 2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാതെ വിടുകയാണ്. ഒരു ഹോള് പോലെ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ട് അതിന് ശേഷമാണ് നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷൻ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പിടിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഈ തയ്യൽ തുമ്പും 2 സൈഡിലേക്കും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഹോൾ കൊടുത്തിട്ടുള്ള ആ ഒരു സൈഡിൽ നിന്ന് ആദ്യം 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും 1 ഇഞ്ച് ഇതുപോലെ താഴോട്ട് മടക്കുക. ഈ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് നമ്മൾ പാൻറ്റ് കെട്ടാൻ ആവശ്യമായ നാട കയറ്റി കൊടുക്കുന്നത്. ഈ 1 ഇഞ്ച് വീതിയിൽ തന്നെ നമുക്ക് ഈ തുണി മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാൻഡ് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മൾ പേപ്പർ പാറ്റേൺ വെച്ചിട്ട് കുറച്ച് തുണി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മുടെ കാലിൻ്റെ ആ ഒരു പീസോട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 4 പീസ് തുണിയാണ് നമ്മൾ നേരത്തെ പേപ്പർ പാറ്റേൺ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പാൻറ്റിൻ്റെ മെയിൻ തുണിയിലേക്ക് 2 സൈഡുകളിലായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ മറ്റേ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഒരു പാൻറ്റിൻ്റെ കാലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലെ പാൻറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 4 പീസും നമ്മൾ തുണിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 തുണികളും തമ്മിൽ ഇതുപോലെ ക്രോച്ച് ഏറ്റവും മുകളിൽ നിന്ന് ആ ക്രോച്ചിൻ്റെ ആ ഒരു ഷേപ്പിലൂടെ താഴോട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ നമ്മൾ താഴെ ആ ക്രോച്ചിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അതിനുശേഷം നടുവ് ഭാഗം ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ആ ഒരു പാൻറ്റിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കാലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം 1/2 ഇഞ്ച് വീണ്ടും ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഒരു കാല് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ കാലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാലിൻ്റെ വണ്ണം നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. കണ്ടിട്ട് ഇതുപോലെ തുണി 2ആക്കി മടക്കിയിട്ട് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീതിയിൽ തന്നെ ഒരു കാലിൻ്റെ ഏറ്റവും താഴെ വശത്ത് നിന്നും മുകളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. സ്റ്റിച്ച് ചെയ്ത് മറ്റേ കാലിൻ്റെ ഏറ്റവും താഴെ വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. സെൻട്രൽ പോർഷൻ എത്തുമ്പോൾ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അടുത്ത് നമുക്ക് ബാൻഡിൻ്റെ ഈ ഒരു പീസും കാലിൻ്റെ ഈ ഒരു തുണിയുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് നല്ല സൈഡ് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക. പാൻറ്റിൻ്റെയും ബാൻഡിൻ്റെയും നല്ല സൈഡുകൾ തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നാട കെട്ടാനുള്ള ഒരു ഓപ്പൺ സൈഡിലെ നമ്മൾ ഹോൾ കൊടുത്തിട്ടുള്ള ആ ഒരു സൈഡ് സെൻറ്ററിൽ തന്നെ വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് മൊത്തത്തിൽ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ 2 തുണികളുടെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇത് വീതി ഇല്ലാത്ത തുണി ആയതുകൊണ്ട് പ്ലീറ്റ്സിനുള്ള തുണി കിട്ടിയിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ നല്ല വീതിയുള്ള തുണിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ലൂസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ്സ് ഇടുമ്പോൾ ഇതുപോലെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി പ്ലീറ്റ്സ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ക്രോച്ചിൻ്റെ അവിടെ 3 ഇഞ്ചോളം ലൂസ് കൊടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, നമുക്ക് നടക്കാനൊക്കെ കംഫർട്ടായിരിക്കും. അപ്പം മൊത്തത്തിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചുരി പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചുരി പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിവിടെ കുറച്ച് ലൂസ് അളവിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ചിലർക്ക് ടൈറ്റായിട്ട് ബോഡി ഫിറ്റിംഗ് ആയിട്ടുള്ള പാൻറ്റുകളായിരിക്കും താല്പര്യം. അതുപോലുള്ള പാൻറ്റ് നമുക്ക് വരുന്ന വീഡിയോകളിലായിട്ട് ചെയ്യാം. ഈ ഒരു ഹോളിൽ കൂടെ നമ്മൾ നാട ഇട്ട് കൊടുക്കണം. നാടയ്ക്കുള്ള തുണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ത്രെഡ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് ബൈ.